നിങ്ങളിപ്പോൾ ഒരു തീവ്രമായിട്ടുള്ള പ്രശ്നത്തിൽ കൂടിയാണോ പോകുന്നത്? ഒറ്റ കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഒന്ന് പിന്നിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതേപോലെ തീവ്രമായിട്ടുള്ള ഏതോ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത മൊമെന്റിലാണ് ടേണിംഗ് പോയിന്റ് സംഭവിച്ചത് നിങ്ങളുടെ ലൈഫിൽ. ഞാൻ വലിയ ബാധ്യതയിൽ നിന്നു. അതിന് കൃത്യമായിട്ട്, അത് വലിയ പ്രശ്നമായിരുന്നു, അതിന് കൃത്യമായിട്ട് സോൾവ് ചെയ്തപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 100 ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത്. ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എന്നെ കാണുന്ന 45 ലക്ഷത്തിലധികമുള്ള ആളുകളുണ്ട്. ഓരോ മാസത്തിലും 1 ലക്ഷത്തിൽ കൂടുതലുള്ള ഫോളോവേഴ്സ് ഉണ്ട്. എൻ്റെ കോഴ്സിലേക്ക് എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. എൻ്റെ ബിസിനസ് വളരെ സിമ്പിളായിട്ട്, റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ മനസ്സിലാക്കുക, നമ്മൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. അവിടെ വീഴാതിരിക്കുക, എണീറ്റ് ഓടിക്കോളൂ. നിങ്ങൾ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതായിട്ടില്ല. ഈ ചിന്തിച്ചവരും പറഞ്ഞവരൊക്കെ തിരുത്തി പറയുന്ന ഒരു ദിവസം വരും, എണീറ്റ് ഓടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം. അവിടെ വീഴുന്ന ആളുകൾക്ക് ഒരു ചുക്കും സംഭവിക്കുന്നുണ്ടാവില്ല. അവിടെ കിടന്ന് മണ്ണോട് ചേരുന്നുണ്ടാവും. ഓക്കെ, എണീറ്റോടാൻ വേണ്ടിയിട്ട് തയ്യാറാവും.